ചങ്ങായിമാരെ കുറച്ച് പെൺകുട്ടികളെ കൊണ്ടുണ്ടല്ലോ ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുള്ളത്. എല്ലാ പെൺകുട്ടികളല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് പെൺകുട്ടികളെ കൊണ്ട്. ഇനിയിപ്പോണ്ടല്ല കുറച്ച് ലോങ് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നെങ്കിലും ബൈക്ക് ഉപയോഗിക്കണം. ബൈക്കില്ലാത്ത ആള് ഒന്നെങ്കിലും ടാക്സി വിളിക്കുക അല്ലെങ്കിൽ ഓട്ടോ വിളിക്കുക. അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയൂ. ധൈര്യത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 8ന്റെ പണിയാണ് പുരുഷന്മാർക്ക് കിട്ടുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡാണ് കുറച്ച് പെൺകുട്ടികൾ ബസ് കയറിയിട്ടാകുമ്പോൾ പ്രായമുള്ള ആരെങ്കിലും അടുത്ത് ഇരുന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങ് വീഡിയോ ഓണാക്കും. എന്നിട്ട് പറയും ഇതാ ഇയാളെന്നെ കിളിമ്പി ഇയാളെന്നെ തോണ്ടി എന്ന് പറഞ്ഞിട്ട് പച്ച കള്ളങ്ങൾ അങ്ങ് പ്രചരിപ്പിക്കും. ഇതെന്തിനാ ഇവർ ചെയ്യുന്നറിയാം? ഇവർക്ക് കുറച്ച് ലൈക്ക് വേണം, കുറച്ച് വ്യൂസ് വേണം, കുറച്ച് റീച്ച് വേണം. അതിനു വേണ്ടി ഇവരുണ്ടല്ലോ പാവങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത്. അങ്ങനെ ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ആണ് അഫ്സ കെ റെജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടേത്. അവരുടെ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ഇത്. അത് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ കാണും. ഇതാണ് ആ വീഡിയോ. ആ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ 50 വയസ്സോളം പ്രായമുള്ള ഒരാള് എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ അനാവശ്യമായ രീതിയിൽ തോണ്ടി കിളിമിന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്നാ പെൺകുട്ടി പറഞ്ഞത്. അതിന്റെ കാരണമായിട്ട് പെൺകുട്ടി പറഞ്ഞത് ഞാൻ മുടി മുന്നോട്ട് ഇട്ടിട്ടുള്ളേ, അതുകൊണ്ട് ചിലപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് തിരക്കഥയിലെ സംഭാഷണം മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട് ആ പെൺകുട്ടി. നമുക്കെന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ RJ അൻതുല്ലേ ഷിഹാസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം മൊത്തം മനസ്സിലാവും. ഈ വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അഫ്സ കെ റെജി എന്നൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ വെച്ച് ആ അടുത്തിരിക്കുന്ന ചേട്ടൻ ഈ കുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ 100 വട്ടം കണ്ടു നോക്കിയാലും ആ ചേട്ടൻ മോശമായിട്ട് പെരുമാറുന്നത് കാണാൻ പറ്റില്ല. ഏതൊരു മനുഷ്യനും ബസ്സിൽ ഇരിക്കുന്ന പോലെ അദ്ദേഹവും അവിടെ ഇരിക്കുന്നു. ഇത് പക്ക റീച്ചിനും ട്രെൻഡ് ആവാനും വേണ്ടി മാത്രം ചെയ്യുന്ന തോന്നിവാസമാണ്. 57 ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. പക്ഷെ ആ ചേട്ടന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇനി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചും റീച്ച് ഒപ്പിക്കാൻ നടക്കുന്നവരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. നാളെ എനിക്കോ നിങ്ങൾക്കോ നമുക്ക് ആർക്കും ഈ ഒരു അനുഭവം വരാം. ചെയ്യാത്ത തെറ്റിന് നമ്മളും മോശക്കാരാകാം. ഇതിനിടയിലൂടെ തെറ്റ് ചെയ്യുന്നവർ രക്ഷപ്പെട്ടു പോകാം. തല കറങ്ങിയാൽ പോലും ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക്കിലോ ഒരു സ്ത്രീയുടെ അടുത്തിരിക്കാനും ഒരു ക്യൂവിൽ അടുത്ത് നിൽക്കാനും പുരുഷന്മാര് പേടിക്കും. ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും മനുഷ്യന്മാർക്ക് പരസ്പരവും ആർക്കും ആരെയും വിശ്വാസമില്ലാതെയാവും. പരസ്പരം ശത്രുക്കളാവും, പേടിയാവും. ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. 100 കണക്കിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും പൊതുസമൂഹത്തിലും ദിവസവും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അവരുടെ പോലും വിശ്വാസ്യതയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലാതെയാക്കുന്നത്. നാളെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞാൽ സമൂഹം അവരെ സംശയത്തോടു കൂടി കാണും, ജഡ്ജ് ചെയ്യും, സഹായിക്കാൻ മടിക്കും. അതുകൊണ്ട് സ്ത്രീകൾ വേണം ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കാൻ. ഒരു തവണ കൂടി പറയട്ടെ, മറ്റുള്ളവരുടെ ജീവിതം തൊലച്ചും റീച്ച് കൂട്ടാൻ നടത്തുന്ന ഇത്തരം വൃത്തികെട്ട ട്രെൻഡ് ഇനിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ കാരണം പാവപ്പെട്ടവൻ, തെറ്റ് ചെയ്യാത്ത പാവപ്പെട്ടവൻ കുറ്റക്കാരനല്ല, അവർ നല്ല ഈസി ആയിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് പെൺകുട്ടിയൊക്കെ തന്നെയാണ്. കാരണം ഇതുപോലെ ശരിക്കും റിയൽ ആയിട്ട് അനുഭവിക്കുന്ന പെൺകുട്ടിയൊക്കെ ഉണ്ടല്ല, ഇത് തുറന്നു പറയാൻ പേടിയാവും. ഇത് തുറന്നു പറഞ്ഞാൽ തന്നെ ആൾക്കാർ വിശ്വസിക്കൂല. അതുപോലെ ഉണ്ടല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. ഇതുപോലുള്ള പെൺകുട്ടികൾ ചെയ്യുന്നത് കുറച്ച് ലൈക്കിനും കമന്റിനും വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. അതുമൂലം പാവപ്പെട്ടവരുടെ ജീവിതം ഇല്ലാതാവുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ പെൺകുട്ടി ചെയ്ത വേറൊരു കാര്യം അറിയാം. ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തപ്പം 6 മില്യണോളം ആൾക്കാർ കണ്ട്. അതിനുശേഷം ഈ വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്ത്. എന്തിന്? ഒന്നും കൂടി റീച്ച് കിട്ടാൻ വേണ്ടി. തെറി കിട്ടുമെന്ന് അറിയാം, എന്നാലും കുഴപ്പമില്ല, തെറി കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് റീച്ച് മാത്രം മതി എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ആ വീഡിയോയിൽ ആ പെൺകുട്ടി കുറച്ച് കാര്യങ്ങളും കൂടി എഴുതിയിട്ടുണ്ട്. അതും കൂടി കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. നോക്ക്, അയാള് മാക്സിമം എന്നെ ഞെരുക്കി ഇരുത്താൻ നോക്കി. അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കണ്ടാൽ വെറും മാന്യനാണ്, എന്നാൽ കയ്യിലിരിപ്പ് നല്ലതല്ല. അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചതാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാവും. മുൻപും ഇത്തരം അനുഭവം ഉണ്ടായിട്ടും തെളിവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യമേ ഈ വീഡിയോ എടുത്തു വെച്ചത്. ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകർക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഈ മുഖം മറച്ചിരിക്കുന്നത്. ഇതിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് ശ്രദ്ധിച്ചു നോക്ക്. അയാളുടെ കൈ എന്റെ വയറിന്റെ ഭാഗത്താണ്. ബ്ലാക്ക് ഡ്രസ് ആയതുകൊണ്ടും മുടി മുൻപിലേക്ക് ഇട്ടത് കൊണ്ടുമാണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തതും. എന്റെ പെൺകുട്ടിയെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല, അധികം ബുദ്ധിയൊന്നും വേണ്ട. അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അയാൾ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു അടിക്കുറിപ്പ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ആ പാവം മനുഷ്യൻ ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കണം. ഇവര് പറയുന്ന മുഖം ബ്ലർ ചെയ്തെന്ന്. എന്ത് ബ്ലർ ചെയ്യില്ല, അത് സൂക്ഷിച്ച് നോക്കിയാൽ അയാളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അയാളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളെപ്പോലുള്ള പാവങ്ങളുണ്ടല്ലോ ബസ്സിൽ യാത്ര ചെയ്യാനും ട്രെയിനിൽ യാത്ര ചെയ്യാനും എത്രമാത്രം പേടിക്കുന്നറിയാം. ഇനി സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ
1.5 കിലോമീറ്റർ ദൂരത്ത് പോയി നിൽക്കേണ്ടി വരും. അടുത്ത് നിൽക്കാനുണ്ടല്ല, അത്രമാത്രം ഇനി പുരുഷന്മാർ ഭയക്കും. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരപരാധികളായ പാവങ്ങൾ ഈ കെണിയിൽ കുടുങ്ങുകയും ചെയ്യും. ശരിയായ അപരാധികളുണ്ടല്ല, ശരിയായ ക്രിമിനലുകൾ അവർ ഈസി ആയിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ടല്ല നമ്മളെ സമൂഹത്തിലെ സ്ത്രീകൾ തന്നെയാണ്. കാരണം ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ എല്ലാ പുരുഷന്മാരും ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് ജീവിക്കുക. ലോങ് റൂട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബൈക്ക്, അതും അല്ലെങ്കിൽ ടാക്സി വിളിക്കുക, ഓട്ടോ വിളിക്കുക. അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബസ്സിൽ, അത് ഏറ്റവും പിന്നിൽ എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ ബേക്കിൽ ഏണിയില്ലേ, ഏണിയിൽ പിടിച്ച് യാത്രയിലായിരിക്കും ഏറ്റവും സുരക്ഷിതം. കൂടിപ്പോയാൽ അതിന്റെ പേരിലെ കേസ് ഉണ്ടാവും, അല്ലാണ്ട് പെണ്ണ് കേസിൽ പെടില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.